പാൽപിറ്റേഷൻ അഥവാ അബ്നോർമലായിട്ടുള്ള നെഞ്ചിടിപ്പ് പല രോഗികളെയും ബാധിക്കുന്ന ഒരു പ്രോബ്ലമാണ്. നോർമലി നമ്മുടെ ഹാർട്ട് ഇടിക്കുന്നത് നമ്മൾ അറിയുന്നില്ല. അത് അറിയുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന്, വളരെ വേഗത്തിലുള്ള നെഞ്ചിടിപ്പ് ഉണ്ടാവുക, അല്ലെങ്കിൽ ക്രമം തെറ്റിയുള്ള നെഞ്ചിടിപ്പ് ഉണ്ടാവുക. ഇതാണ് യൂഷ്വലി നമ്മൾ പാൽപിറ്റേഷൻ എന്ന് പറയുക. പല ആൾക്കാർക്കും എക്സസൈസ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ വളരെ ആങ്സൈറ്റി ഉള്ളപ്പോഴോ പാൽപിറ്റേഷൻ ഫീൽ ചെയ്യാം. അത് നോർമലാണ്. പക്ഷെ അല്ലാത്ത വരുന്ന പാൽപിറ്റേഷൻസ് അല്ലെങ്കിൽ നെഞ്ചിടിപ്പ് ചിലപ്പം ഹാർട്ട് അസുഖത്തിൻ്റെ ലക്ഷണമായിരിക്കാം. പാൽപിറ്റേഷൻ വരുന്ന രോഗികളെ നമ്മൾ എങ്ങനെയാണ് സമീപിക്കേണ്ടതെന്നാൽ, ചില രോഗികൾക്ക് പാൽപിറ്റേഷൻ ഒരു സീരിയസ് അസുഖത്തിൻ്റെ ലക്ഷണമായിരിക്കാം. ഉദാഹരണത്തിന്, പ്രീവിയസ്ലി ഹാർട്ട് അറ്റാക്ക് വന്ന രോഗികൾ അല്ലെങ്കിൽ നേരത്തെ ഹാർട്ടിൻ്റെ സർജറി കഴിഞ്ഞ രോഗികൾ, ഇവർക്കൊക്കെ നെഞ്ചിടിപ്പ് വരുന്നത് സീരിയസ് ആയ അസുഖത്തിൻ്റെ ലക്ഷണമായിരിക്കാം. മറ്റൊരു കൂട്ടർ നെഞ്ചിടിപ്പിൻ്റെ കൂടെ ബോധക്കേട് വരുന്നത് പോലെ, അല്ലെങ്കിൽ തലകറക്കം വരുന്നത് പോലെ, അല്ലെങ്കിൽ ശരിക്കും ശരീരം തളരുന്നത് പോലെയൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതും സീരിയസ് ആയ ഹാർട്ടിൻ്റെ അസുഖത്തിൻ്റെ ലക്ഷണമായിരിക്കും. വേറൊരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസ് പ്രായമാവുമ്പോൾ നമുക്ക് സ്ട്രോക്കൊക്കെ വരാൻ സാധ്യതയുള്ള രോഗികളാണെങ്കിൽ അവർക്ക് വരുന്ന ഹാർട്ടിൻ്റെ അബ്നോർമൽ ഇടിപ്പ് ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറയുന്ന ഇടിപ്പായിരിക്കും. അങ്ങനെ ഉള്ളവർക്ക് വീണ്ടും സ്ട്രോക്ക് വരാനോ അല്ലെങ്കിൽ ആദ്യമായി സ്ട്രോക്ക് വരാനൊക്കെ ഉള്ള സാധ്യതകൾ കൂടുതലാണ്. ഇങ്ങനെയുള്ള രോഗികൾക്കാണ്, ഈ മൂന്ന് ഗ്രൂപ്പിൽപ്പെട്ട രോഗികൾക്കാണ് ഏറ്റവും കൂടുതലായിട്ട് ഹാർട്ടിൻ്റെ ഇഗ്നോർമൽ ഇടിപ്പ് കാരണമുള്ള പ്രോബ്ലംസ് ഉണ്ടാകാവും. ഇവർക്ക് കാര്യക്ഷമമായ രീതിയിൽ പരിശോധനയും വേണ്ടി വന്നാൽ മറ്റ് കൂടിയ രീതിയിലുള്ള ഹാർട്ടിൻ്റെ ടെസ്റ്റുകളും ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. മൂന്നാമതൊരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസ് വളരെ അപൂർവമായ രീതിയിൽ, അതായത് മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായ രീതിയിൽ നെഞ്ചിടിപ്പ് വരുന്നവരായിരിക്കും. അവർക്ക് വേറെ ഒരു അസുഖത്തിൻ്റെ ലക്ഷണങ്ങൾ ഉണ്ടാവണമെന്നില്ല. ഇങ്ങനെയുള്ള അസുഖങ്ങൾ യൂഷ്വലി ഈ ഇടിപ്പ് വരുന്നത് കാരണമുള്ള ബുദ്ധിമുട്ട് ആൻജിയോഗ്രാം പോലുള്ള പ്രത്യേക ചികിത്സാ രീതികൾ വഴി പൂർണ്ണമായും ഭേദമാക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ പാൽപിറ്റേഷൻ അഥവാ നെഞ്ചിടിപ്പ് ഉള്ള രോഗികൾ പലപ്പോഴും സീരിയസ് ആയ അസുഖം അല്ലെങ്കിൽ പോലും മരുന്നിൻ്റെയോ അല്ലെങ്കിൽ ആൻജിയോഗ്രാം അല്ലെങ്കിൽ ഇലക്ട്രോഫിസിയോളജി പ്രൊസീജിയർ വഴി ഒക്കെ വേണ്ടി വരാറുണ്ട്. മറ്റൊരു ഗ്രൂപ്പ് ഓഫ് പേഷ്യൻസ് പാൽപിറ്റേഷൻ സീരിയസ് ആയ അസുഖത്തിൻ്റെ ലക്ഷണമായിരിക്കും. സ്ട്രോക്ക്, സഡൻ ഡെത്ത് അല്ലെങ്കിൽ കുഴഞ്ഞു വീണ് മരിക്കൽ, ഇതിനൊക്കെ ഉള്ള സാധ്യതകൾ ചില കേസിലെങ്കിലും ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള രോഗികൾക്ക് പ്രത്യേക പരിഗണന ആവശ്യമാണ്.